ഇത് പാർട്ട് 2 ആയിട്ട് എടുക്കുകയാണ്. ഇത്തിരി വലിയ ചാപ്റ്റർ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് പാർട്ട് 2 ആണ് കേട്ടോ. അപ്പം മഹാരഥാനം മഹാത്മാക്കളുടെ ചിത്രാണി എന്ന് പറഞ്ഞാൽ എന്താ? ഛായാചിത്രങ്ങൾ ഏകസ്മിൻ പ്രകോഷ്ഠേ ഒരു മുറിയിൽ, ഏകസ്മിൻ പ്രകോഷ്ഠേ എന്ന് പറഞ്ഞാൽ ഒരു മുറിയിൽ ക്രമത്തിൽ വിന്യസ്താനി വച്ചിരിക്കുന്നത് ദൃഷ്ട്വ കണ്ടിട്ട് കേശാം വാ ആരുടെ മനസ്സിലാണ്, കേശാം വാ മനസ്സു ആരുടെ മനസ്സിലാണ് കൗതുകം ന പുഷ്ണാദി ജനിപ്പിക്കാത്തത്, ആരുടെ മനസ്സിലാണ് കൗതുകം ജനിപ്പിക്കാത്തത്. തദനു നിലാനദ്യാഹ തദനു. അപ്പോൾ അതിനുശേഷം നിലാനദ്യാഹ എന്താണ്? നിലാനദി ഭാരതപ്പുഴയുടെ പുലിനേഷു മണൽത്തിട്ടയിൽ വിരാജമാനം ശോഭിക്കുന്ന വള്ളത്തോൾ സ്മൃതി മന്ദിരം അപശ്യാമ കണ്ടു. വള്ളത്തോൾ മഹാശയന്റെ അന്ത്യവിശ്രമസ്ഥാനം ഇത് കലാമണ്ഡലസ്യ എന്താണ്? കലാമണ്ഡലത്തിൻ്റെ പണ്ടത്തെ അല്ലെങ്കിൽ മുമ്പുള്ള മന്ദിരമായിരുന്നു. ഏതൻ മന്ദിരം? ഈ മന്ദിരം യദ്യപി പൗരാണികം പഴയതാണെങ്കിലും തഥാപി വിശിഷ്ടം അത് ശ്രേഷ്ഠവും രമണീയം ച വർത്തതേ മനോഹരവും ആണ്. അടുത്ത നോക്കൂ. ലഘുഭോജനാനന്തരം. അപ്പോൾ ലഘുഭോജനത്തിന് ശേഷം നിലാനദിയുടെ മണൽത്തിട്ടയിൽ ഉപവിശ്യ ഇരുന്നിട്ട് ഞങ്ങൾ അന്താക്ഷരി അഭിനയം കൊണ്ട് ചലച്ചിത്ര നാമകഥന ക്രീഡ ചലച്ചിത്രത്തിൻ്റെ പേര് പറയുന്ന കളി ഇത്യാദിഭിഹി മുതലായവയിലൂടെ സാമോദം വളരെ സന്തോഷത്തോടെ സമയം അയാപയാമ ചെലവഴിച്ചു എന്നാണ് അർത്ഥം. അയാപയാമ ചെലവഴിച്ചു. തസ്മിൻ അവസരെ ഈ അവസരത്തിൽ നിലാനദിയുടെ പ്രാധാന്യം മാമാങ്കത്തിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചാൽ ചരിത്രം അധികൃത്യ ഇവയെക്കുറിച്ചെല്ലാം അധ്യാപിക എന്നിവയെക്കുറിച്ച് എന്തിനെയൊക്കെ കുറിച്ചാണ്? നിലാനദിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, മാമാങ്കത്തിൻ്റെ ഐതിഹ്യം അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചൊക്കെ അധ്യാപിക പ്രത്യാപതയത് വിസ്തരിച്ചു പറഞ്ഞു തന്നു. നിലാനദിയെ പ്രണമിച്ചിട്ട് അസ്തമന സൂര്യൻ്റെ മനോഹാരിതയെ നേത്രേ നിബീയ മനോഹാരിതയെ നല്ലവണ്ണം കണ്ട് ആസ്വദിച്ച് പ്രതിനിവർത്താഹ ഞങ്ങൾ തിരിച്ചു പോന്നു എന്നാണ് പറയുന്നത്. അപ്പം വിദ്യാലയത്തിൽ അസ്മാൻ പ്രതീക്ഷ്യ ഞങ്ങളെ പ്രതീക്ഷിച്ച് രക്ഷിതാക്കൾ ആസൻ ഉണ്ടായിരുന്നു. മാത്ര സാഗം അമ്മയോടൊപ്പം ഗൃഹത്തിൽ ചെന്നിട്ട് അഹം
ഞാൻ യാത്രായാഹ യാത്രയുടെ മധുരാനുഭവൈഹി മധുരാനുഭവങ്ങളെ കൊണ്ട് താൻ അവരെ അഭ്യനന്ദയം അവരെ ആനന്ദിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ പദച്ഛേദം നോക്കൂ. കിഞ്ചനോ ഉദാഹരണം കിഞ്ചന ഉദാഹരണം വികസിതേ അസ്മിൻ വികസിതേ അധികം അസ്മിൻ മിഥോ ഭാഷണേന മിഥഃ ഭാഷണേന ഏതൻ മന്ദിരം ഏതത് മന്ദിരം തസ്മിൻ അവസരെ ശക്യത ഇതി ശക്യതേ ഇതി. ഇനി വിഗ്രഹവാക്യം. ഔത്സുക്യസ്യ ഉത്സകസ്യ ഭാവഃ ഔത്സുക്യം തസ്യ ആനന്ദപൂരിതഃ ആനന്ദേന പൂരിതഃ രാജമാർഗം രാജ്ഞഃ മാർഗം രാജമാർഗഃ തം സുവർണകിരണൈഃ സുവർണസന്നിഭൈഃ കിരണൈഃ സുഖദായിക സുഖം ദദാതി യാ സാ പഠനയാത്ര പഠനായാः യാത്ര ബാലരുണസ്യ ബാലः ച असौ അരുണः ബാലരുണः തസ്യ പ്രശാന്തസുന്ദരം പ്രശാന്തം ച സുന്ദരം ച ഗ്രാമീണസൗകുമാര്യം ഗ്രാമസ്യ ഇദം ഗ്രാമീണം സുകുമാരസ്യ ഭാവഃ സൗകുമാര്യം ഗ്രാമീണം ച തത് സകുമാര്യം ച മനോഹാരിതം മനാംസി ഹർത്തും ശീലം അസ്യ ഇതി മനോഹാരി തസ്യ ഭാവഃ മനോഹാരിത താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 8. ഇനി അതിൻ്റെ പഠന പ്രവർത്തനം കൂടി പറയാം.